So hey guys, welcome back to our channel. എൻ്റെ കൂടെ ഇരിക്കുന്നത് അഖിലേഷാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹിം. പുള്ളി ഒരു ഡയറക്ടറും പിന്നെ കം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എല്ലാം ആണ്. അപ്പോൾ പുള്ളിയുടെ വർക്കെല്ലാം ഞാൻ പതുക്കെ ഈ ചാനലിൽ കാണിക്കുന്നതായിരിക്കും. സോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ കത്തനാർ മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് 2 or 3 hours ആയിട്ടുള്ളത് ഇറങ്ങിയിട്ട്, കത്തനാർ ദ വൈൽഡ് സോഴ്സറസ്. സോ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ക്ലാപ്പ് കൊടുക്കാൻ പോകുന്നത് ഗോകുലൻ സാറിനാണ്. പുള്ളി കാരണമാണ് ഇങ്ങനത്തെ കുറേ വെറൈറ്റി പടങ്ങൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ കിട്ടുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ഹിം. സോ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റോജിൻ തോമസ് ആണ്. പുള്ളി ചില്ലറക്കാരനല്ല, ഇതിനു മുന്നേ ഹോം പോലത്തെ നല്ല അടിപൊളി പടം ഒക്കെ പിടിച്ച ഒരാളാണ്. ഡയറക്ടർ കം സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. അപ്പോൾ ഈ മൂവിയുടെയും അത് തന്നെയാണ്, ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. പിന്നെ മൂവി സ്റ്റാറിങ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ ജയസൂര്യ, അനുഷ്ക ഷെട്ടി ഉണ്ട്, പ്രഭുദേവ ഉണ്ട്, പിന്നെ വിനീത്. ഇതൊക്കെ എനിക്ക് കിട്ടിയത് വിക്കിപീഡിയയിൽ നിന്നാണ് കേട്ടോ. പക്ഷേ ആ ഒരു മൂവി റിലീസിന് വേണ്ടി കുറേ നാളുകളായി ഈ ഒരു മൂവി ഇറങ്ങണമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഗ്ലിംസസ് ഒക്കെയാണ് ഇതിന് മുന്നേ കണ്ടത്. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. വിക്കിപീഡിയയെ കുറിച്ച് അതിനകത്ത് ഞാൻ റിസർച്ച് ചെയ്തപ്പം എനിക്കറിയാൻ പറ്റിയത് അറൗണ്ട് ഒരു 90 crore അടക്കം ഇതിൻ്റെ അകത്ത് മുടക്കിയിട്ടുണ്ടെന്നാണ്. സോ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഫിലിം. അപ്പം നമുക്ക് ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ. വിജ്ഞാനത്തിന്റെ ரூபமும் உறவிடவும் எப்படியாயிருந்தாலும் காந்தல்லூர் சாலையில் அது வரவேற்கப்படும். ഇന്ദ്രജാലത്തെ ഞാൻ നമ്പുறதில்ல. അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கு என்றாலும் எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜா. நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തുക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമാനുഷൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും വരും. ஒரு மனித உடம்பில் கொள்ளுന്നതിനും அதிகம் சக்தி நீங்கள் கட்டுப்படுத்தியிருக்கீங்க. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. ആപത്തിലാണ്. എന്താ ലുക്ക് ജയസൂര്യക്ക്? അനുഷ്ക ഷെട്ടിയാ? மாயா அண்டமே மாயா. വെറൈറ്റി ആണ് നോക്കുക. കത്തനാർ ദ വൈൽഡ് സോഴ്സറസ്. അടിപൊളിയായിട്ട് കേട്ടോ കത്തനാർ. ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. അപ്പം അടിപൊളിയായിട്ട് ഇതിന്റെ ആനിമേഷൻ, വിഷ്വൽസും, ക്യാമറ വർക്കും, സൗണ്ട് എഫക്ട്സും, കളറിങ്, കളർ ഗ്രേഡിങ് എല്ലാം നല്ല ടോപ്പ് ലെവലായിട്ടുണ്ട്. ഇത് എന്തായാലും മലയാള സിനിമ ഇത് വേറെ ലെവലിലേക്ക് പോയി. പക്ഷെ വേറെ കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് മടിക്കുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇങ്ങനെയുള്ളതിനെ കീറി മുറിച്ച്
അത് ആ സിനിമയുടെ അത്ര വന്നില്ല, അത് ഈ സിനിമയുടെ അത്ര വന്നില്ല. മലയാള സിനിമയിൽ ഇത്രയും ബഡ്ജറ്റ് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇതിപ്പം കേരളക്കാരെ മാത്രമല്ല കാണുന്നത്. ആക്ച്വലി ഇപ്പം മലയാള സിനിമയ്ക്കൊക്കെ ഭയങ്കര റീച്ചാണ്. ഇപ്പം OTT കൂടെ വന്നതോടെ എല്ലാവരും ഇപ്പൊ ഇന്ത്യക്കാരെ ഉൾപ്പെടെയൊക്കെ ഈ മലയാളം മൂവീസിനൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആ സിഖുകാരനുണ്ടല്ലോ ഒരു സാധാരണ, അങ്ങനെ കുറെ ഹിന്ദിക്കാരുണ്ട് കേട്ടോ. നമ്മുടെ മലയാളം മൂവി ഫാൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ലെവല് വിട്ട് ഫസ്റ്റ് ഷോ ഞാൻ കാണട്ടെ. എന്റെ ഫാമിലിയൊക്കെ ഫ്രീ ആയിട്ട് ലീവ് എടുക്കുക. അല്ല ലീവ് എടുക്കാണ്ട് പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും കാണണം. എനിക്ക് ഞാൻ കത്തനാർ എന്ന് പറഞ്ഞാൽ ആ അച്ഛന്റെയും വലിയൊരു ഫാനാണ്. എന്ന് വെച്ചാൽ നാടകം കണ്ടിട്ടുണ്ട്. മറ്റേതാണ് നമ്മുടെ കടമറ്റത്ത് കത്തനാർ നാടകം കണ്ടിട്ടുണ്ട്. പിന്നെ രക്തരക്ഷസ് അവരുടെയൊക്കെ നാടകം. എന്താ മോനെ ഒരു നാടകമാണോ തിയേറ്ററിൽ സിനിമ കാണാണോ എന്താണോ? കാറൊക്കെ സ്റ്റേജിൽ കൂടെ ഇങ്ങനെ ജമ്പ് ചെയ്തൊക്കെ വരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ കത്തനാറിന്റെ ഒരു സംഭവം. പിന്നെ നമ്മുടെ സീരിയലൊക്കെ പണ്ടത്തെ സീരിയല് പറയുന്ന ഒരു പഴയ ഒരു സീരിയൽ അച്ഛനായിട്ടൊക്കെ വന്നിട്ട് അതൊക്കെ ഞാൻ മുടങ്ങാട് കാണുമായിരുന്നു. എല്ലാ അതായത് കത്തനാറിന്റെ സീരിയൽ കേട്ടോ, എല്ലാ സീരിയലും അല്ല. പുള്ളി ഇപ്പൊ എവിടെയാണോ. അപ്പൊ അതും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഇതും ഓക്കെ ഗുഡാണ്. അപ്പൊ എന്തായാലും പോയി കണ്ടിരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. നിങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഇത് നല്ല അടിപൊളി പടമാണ്. എനിക്ക് കണ്ടിട്ടേക്ക് അങ്ങനെ തോന്നുന്നത്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതെ മസ്റ്റ് വാച്ച് ആണ്. അപ്പം എല്ലാവരെയും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.